അമ്മായി നൈസിൽ ഞാൻ അറിയാതെ പെട്ടി തുറന്ന് അവിടെ വന്നിട്ട് നാടകം. അയ്യോ ഞാൻ ഒന്നുമല്ല, ഒന്ന് ഓർക്ക ഇങ്ങനെ അല്ലേ അല്ല. ഇപ്പൊ കനാൻറ്റി ഞാൻ ഇല്ലടാ. യാരടാ തുറന്നാങ്ക? എനിക്ക് നിന്നെയാണ് സംശയം. ഞാനാ? ആ പിന്നെ നീ തുറന്നിട്ടേ നീ അങ്ങോട്ട് വന്ന് ഡ്രാമ കളിച്ചായിരിക്കും. പിന്നെ എനിക്ക് വേറെ പണിയില്ല തുറന്നിട്ട് വന്ന് ഡ്രാമ കളിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ അമ്മായിയെ കൊണ്ട് ഇങ്ങോട്ട് വരും. ഒരു കാര്യം ചെയ്യും, ഇതെനിക്ക് ആരാ തുറന്നതൊക്കെ പിടികിട്ടി. അമ്മൂമ്മ അല്ലാതെ ആരും തുറക്കാൻ. പിടിച്ചേ പിടി, അങ്ങോട്ടിട്. അമ്മൂമ്മ അമ്മൂമ്മ എവിടെ എവിടെ കനാൻറ്റി പെട്ടി പൊട്ടിച്ചോ? എന്തോ പെട്ടി പൊട്ടിച്ചോ? കൊച്ചു കള്ളി നേഴ്സിൽ പെട്ടി പൊട്ടിച്ചിട്ട് അടുക്കള കയറി ഇരിക്കുകയായിരുന്നല്ലേ. ഞാനോ? എടാ ഞാൻ അടുക്കളയിൽ ഓരോ ജോലിയിലായിരുന്നു. ഞാനല്ല, ലച്ചു ആയിരിക്കും. അതിന് ലച്ചു ഇവിടെ വന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ആര് പൊട്ടിച്ചത്? ആ ഇനിയിപ്പൊ എന്തായാലും പെട്ടി പൊട്ടി. എന്തായാലും ചേച്ചി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കിട്ടേണ്ട സാധനമൊന്നും കിട്ടൂല. വളയൊന്നുമല്ല അനിവിടെ അത് പൊട്ടിച്ചല്ലേ? സത്യമായിട്ടും പൊട്ടിച്ചല്ല, പൊട്ടിയിരുന്നാണ്. നിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന് പൊടിച്ചിട്ട് എല്ലാവർക്കും ആവശ്യം സാധനം എടുത്തു തരാന്ന്. നമ്മൾ പൊട്ടിച്ചല്ല ലച്ചു. സത്യമാ சொல்றோம், നാങ്ക ഇല്ല. ആന്റി ആന്റിയുടെ അടുത്തുണ്ടല്ലോ എനിക്ക് കുറച്ചെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നു. ഇതോടെ അത് പോയി കിട്ടി. ബുദ്ധിമുട്ടിച്ചതിൽ എല്ലാരും ഒന്ന് ക്ഷമിക്കണം. എന്താ മോനെ, ഇനിയും പഴംപൊരി വേണോ? അതല്ല അല്ല പോയിട്ട് തിരിച്ചു വന്ന എന്താ? അതോ ദേ ഈ തമാശക്കാരൻ അളിയൻ സിദ്ധുവിന്റെ പെട്ടിയാണെന്ന് വിചാരിച്ചെടുത്തത് എന്റെ പെട്ടി. ഇപ്പൊ അതെ എന്റെ പെട്ടി മേശപ്പുറത്തും സിദ്ധുവിന്റെ പെട്ടി. ആ പെട്ടി പൊട്ടിച്ചുല്ലേ? എനിക്കറിയായിരുന്നു ഞാൻ പോയ ഉടനെ നിങ്ങൾ അത് പൊട്ടിക്കുന്നത്. നമ്മൾ ഇത് എത്ര കണ്ടതാ. ലച്ചുവേ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് പെട്ടി പൊട്ടിക്കണ്ട, വൈകുന്നേരം പൊട്ടിക്കാം. എങ്ങനെ ആർത്തിയല്ലേ, ഗൾഫിലെ സാധനം ഒന്നും കണ്ടിട്ടില്ല. ഇനിയെങ്കിലും ആരെങ്കിലും സാധനം കൊണ്ടുവരുമ്പോ ഇങ്ങനെ പെട്ടെന്ന് കയറി പൊട്ടിക്കല്ലെന്നെ ലച്ചു. സമാധാനമായിട്ട് പൊട്ടിക്കാം, എന്തിനാ ആർത്തി? അമ്മായി സാരല്ല പോട്ടേന്ന്. സാധനങ്ങളൊക്കെ ഒന്നും ഉണ്ടോന്ന്? അയ്യോ അതുണ്ടാവും, പിന്നെ അതൊക്കെ എവിടെ പോവാനാ. അതൊന്നും ഇത് കുറച്ച് ഭാര്യയ്ക്കും മക്കൾക്കും ഉള്ളതേ. ചോക്ലേറ്റ് ഉണ്ടാ പോട്ടെ, ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് അല്ല ചോക്ലേറ്റ് അത് പോട്ടെ, ചോക്ലേറ്റ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങാം, അത് ഞാൻ വാങ്ങിക്കോളാം. എന്തിനു ലച്ചു ആർത്തി കാണിക്കാതെ കൊടുത്തുപോട്. അത് ലച്ചു കൊടുത്തോ, അത് എന്റെ വക കേട്ടോ, എന്റെ വക. പിന്നെ ഞാനും സിദ്ധു തമ്മിൽ അങ്ങനെയല്ലേ. എന്നാല് ഞാൻ ഈ പെട്ടിയെ കൊണ്ട് എടുത്തോട്ടെ. നിങ്ങൾ പെട്ടി ഞാൻ ഭദ്രമായി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്നാല് പോട്ടെ പോവാണേ. ഡോണ്ട് ടച്ച്. നിന്റെ അടുത്ത പറഞ്ഞു കേൾക്കില്ലേ, ഒടിഞ്ഞു വീഴത്ത്. വിട് 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 പിടിക്കിട്ട് ഒറ്റയ്ക്കുന്നു. കണ്ടാ, ദൈവം ഉണ്ടല്ലോ എൻ്റെ കൂടെയാ. സിദ്ധു എനിക്ക് വേണ്ടി അയച്ച പെട്ടിയല്ലേ, അത് ഞാൻ തന്നെ തുറക്കും. നമ്മുടെ അതിനകത്തുള്ള സാധനങ്ങൾ തരണേ. ഒരു സാധനവും ഇല്ല, ഒറ്റ കൊടുത്തല്ലേ എല്ലാവരുടെ മുമ്പിൽ. എനിക്ക് ആർത്തിയാകും. ഞാൻ ഗൾഫിലെ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല അല്ലേ. ശരിയാക്കി തരാ. അത് അമ്മായി അല്ലേ പറഞ്ഞത്, ഞങ്ങൾ എന്ത് പഴിച്ച്? മറിക്ക് മറിക്ക് മറിക്ക്. അടിയിലൊന്നും ഒന്നുമില്ല. അളിയൻ എന്താ ഇവിടെ ഇൻസ്റ്റാൾമെന്റ് തുണി കച്ചോടൂ? ഒന്നുമില്ല, നോക്കണോ? അതാ എന്റെ അച്ഛൻ തന്നു വിട്ടത്. എന്താണ്
പാക്ക് ചെയ്ത് വെച്ച പെട്ടി മാറിപ്പോയിന്നാ. എടോ 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 താനോ നേരെ ജോബെ നാട്ടിലോട്ടൊന്നും വരാറില്ല. അതാ പിന്നെ പാക്ക് ചെയ്ത് വെച്ച പെട്ടി എങ്ങനെ വൃത്തിക്ക് അയച്ചൂടെ? മനുഷ്യന് നാണം കെടുത്താനായിട്ട് എന്തോ ഇത്. ഞാനേ ലച്ചു, ഇതാർക്കൊക്കെ എങ്ങനെയൊക്കെ എന്ന് വെച്ചാ വീതിച്ചു തന്നിട്ട് പോടെ. അല്ല കേശു, ആരായിരിക്കും ആ പെട്ടി പൊട്ടിച്ച്? ஆமாண்டா யாரா இருக்கும்? ആർക്കറിയാം? കല്ലു കല്ലൊരു മുട്ടായി ഈന്തപ്പഴം വേണോ? മുട്ടായി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.